Dear students, fourth sem കോംപ്ലിമെൻ്ററി ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2019 സിലബസ് ചേഞ്ചിന് ശേഷം 2020, 21, 22, 23 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കറണ്ട് ഡെൻസിറ്റി, വാട്ട് ഈസ് ഇറ്റ് യൂണിറ്റ്. 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. So current density at any point is defined as the quantity of electric charge causing the point in unit time through unit area in direction normally to the area. അതായത് ഇലക്ട്രിക് ചാർജ് ക്രോസിംഗ് ദ പോയിന്റ് ഇൻ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. സോ ബേസിക്കലി ഇലക്ട്രിക് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ പോയിന്റ്. അത് ഒരു സ്ഥലത്ത് കൂടി കടന്നു പോകുന്ന ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി പോകുന്ന കറണ്ടിനെയാണ് എന്ത് വിളിക്കുക? കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുക. അതെങ്ങനെയാണ്? ഡയറക്ഷൻ എങ്ങനെയാണ്? ആ ഏരിയയ്ക്ക് നോർമലാണ്. ദെൻ ഫോർമുല ജെ ഈസ് ഈക്വൽ ടു I/A ആണ്. I/A ആണ്. ജെ ആണ് കറണ്ട് ഡെൻസിറ്റി, ഐ ആണ് കറണ്ട്, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദെൻ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, ജെ ഈക്വൽ ടു NeVd, where N is the free electron density, E is the electron charge of electron 1.6 into 10 raised to minus 19 coulomb, Vd is the drift velocity. സോ കറണ്ട് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ഇലക്ട്രിസിറ്റി, വാട്ട് ഡസ് ഇറ്റ് മീൻ. 23 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് റോ. ജെ കറണ്ട് ഡെൻസിറ്റിയാണ്, റോ ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ഓക്കെ, നൗ തേർഡ് ക്വസ്റ്റ്യൻ, ഇതും 2023 ചോദിച്ചതാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സോ പൊട്ടൻഷ്യോമീറ്റർ ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ മെഷറിംഗ് ഓർ കമ്പയറിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളെ മെഷർ ചെയ്യാനോ തമ്മിൽ കമ്പയർ ചെയ്യാനോ ആണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്. സോ ആ കമ്പാരിസൺ വഴി നമുക്ക് വേണമെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡൻസ് ഉള്ള മറ്റ് ക്വാണ്ടിറ്റീസിനെയും കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് റെസിസ്റ്റൻസ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ 2022 ചോദ്യമാണ്. റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ കണക്റ്റിംഗ് കറണ്ട് ഡെൻസിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, വാട്ട് ആർ ദ ടേംസ് ഇൻവോൾവ്. ഇത് ഒരു തരത്തിൽ 2023 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, J is equal to current density is equal to NeVd. N എന്താണ്? ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്, E ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, J കറണ്ട് ഡെൻസിറ്റി, Vd is the drift velocity. Then fifth one, 2021 ചോദ്യമാണ്. Give the vector statement of Ohm's law, what are the terms involved. Ohm's law നമുക്കറിയാം, V is equal to IR, V by I is equal to R എന്നാണ് Ohm's law. So Ohm's law in vector form, J is equal to sigma E. J is the current density, sigma is the conductivity, and E is the electric field. Then 2020 ഒരു 1 mark ക്വസ്റ്റ്യൻ ആണ്. ഒരു ചെറിയൊരു പ്രോബ്ലം കൂടിയാണ്. ഇഫ് ദ റേഡിയസ് ഓഫ് എ വയർ ഓഫ് കോൺസ്റ്റൻറ്റ് ലെങ്ത് ഇസ് ഡബിൾ, ഇറ്റ് റെസിസ്റ്റൻസ് ബിക്കം. അതായത് ഒരു വയറുണ്ട്, അതിൻ്റെ റേഡിയസ് എന്താകുന്നു? ഡബിൾ ആകുന്നു. പക്ഷേ റേഡിയസ് ഡബിൾ ആകുന്നു, ലെങ്ത്തിന് മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും? നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ ഫോർമുല R is equal to rho L/A ആണ്. റോ കോൺസ്റ്റൻ്റ് ആണ്, മെറ്റീരിയൽ സെയിം ആയതുകൊണ്ട്. ലെങ്ത് കോൺസ്റ്റൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ റെസിസ്റ്റൻസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു 1/area. സോ ഏരിയ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ ഒരു വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ πr² ആണ്, വേർ R is its radius. So resistance will be proportional to 1/r². So പുതിയ റെസിസ്റ്റൻസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു 1/r². അതായത് പുതിയ റേഡിയസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പുതിയ റേഡിയസ് സ്ക്വയറിന് എത്രയാണ്? R' is equal to 2r. Therefore R' proportional to 1/2r², which is 1/4r². നമ്മളതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ R'/r is equal to 1/4. അതായത് പുതിയ റെസിസ്റ്റൻസ് എന്താണ്? 1/4 ടൈംസ് ദ ഇനീഷ്യൽ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ പ്രീവിയസ് റെസിസ്റ്റൻസിനേക്കാളും ഇറ്റ് വിൽ ബി 1/4 ഓഫ് പ്രീവിയസ് റെസിസ്റ്റൻസ്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. 7th, when the temperature of a conductor is increased, its resistance.
ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്താണ് സംഭവിക്കുക? റെസിസ്റ്റൻസ് കൂടും. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൊളീഷൻ്റെ എണ്ണം കൂടും. കൊളീഷൻ്റെ എണ്ണം കൂടുമ്പോൾ ഒബ്വിയസ്ലി മീൻ ഫ്രീ ടൈം കുറയും. സോ അതായത് ടോ കുറയും. റോ ആൻഡ് ടോ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടോ കുറയുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റിവിറ്റി കൂടും. റെസിസ്റ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസും കൂടും. ഓക്കെ, ദാറ്റ് ഈസ് ദ ലോജിക്. ദെൻ 8th one, probably the last of one mark question. The principle of Carey-Foster bridge. Carey-Foster bridge വർക്ക് ചെയ്യുന്നത് ഏതിൻ്റെ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്? പ്രിൻസിപ്പിൾ ഓഫ് Carey-Foster is വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ. ഓക്കെ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കണ്ടീഷൻ അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലം സെക്ഷൻ അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. റിപ്പീറ്റേഷനും വളരെയധികം വന്നിട്ടുണ്ട്. സോ വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ 9th ക്വസ്റ്റ്യൻ. The resistance of a galvanometer is 100 ohm. It gives full deflection for a current of 1 milliampere. How will you convert it into a voltmeter of range 50 volts? സോ ആദ്യം നമുക്ക് തന്നതൊക്കെ എഴുതാം. നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? G 100 ഓം തന്നിട്ടുണ്ട്. ആ ഗാൽവനോമീറ്റർ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കുക ഏത് കറണ്ടിലാണ്? 1 മില്ലി ആംപിയറിലാണ്. ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കുക എപ്പോഴാണ്? അതിലൂടെ കടന്നു പോകാൻ പറ്റുന്ന മാക്സിമം സേഫ് എമൗണ്ട് ഓഫ് കറണ്ട് കടന്നു പോകുമ്പോഴാണ്. ആ കറണ്ടിനെയാണ് നമ്മൾ IG എന്ന് വിളിക്കുക. അപ്പോൾ IG എത്രയാണ് ഇവിടെ? 1 മില്ലി ആംപിയർ വിച്ച് ഈസ് ഈക്വൽ ടു 10⁻³ ആംപിയർ. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് വോൾട്ട്മീറ്ററിലേക്ക് ആക്കുക എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ആക്കുക? എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വോൾട്ട്മീറ്റർ ബൈ കണക്റ്റിംഗ് എ ലാർജ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ടു ദ ഗാൽവനോമീറ്റർ. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് എത്രയാണ്? 50 വോൾട്ടാണ്. സോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. R is equal to V/IG minus G. V ഇവിടെ എത്രയാണ്? 50 divided by IG is 10⁻³ minus 100. So 50,000 minus 100, 49,900 ohms ആണ് നമ്മൾ സീരീസ് ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ സീരീസ് ആയിട്ട് അത്രയും എമൗണ്ട് റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാൽവനോമീറ്റർ എന്തായി കഴിഞ്ഞു? വോൾട്ട്മീറ്റർ ആയി കഴിഞ്ഞു വിത്ത് എ റേഞ്ച് 5 volts. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആകെ ഫോർമുലയും ടേംസും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ 5 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ദെൻ 10th ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2022 2021 റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻസ് 50 ohm ഗീവ് ഫുൾ സ്കെയിൽ ഡിവിഷൻ ഫോർ എ കറണ്ട് 2 mA. കാൽക്കുലേറ്റ് ദ ഷണ്ട് റെസിസ്റ്റൻസ് നീഡഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ അമ്മീറ്റർ ഓഫ് റേഞ്ച് 5 ആംപിയർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ G is equal to 15 ohm. ദെൻ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്, അതായത് അതിലൂടെ പോകാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് കറണ്ട് പോയി കഴിഞ്ഞു, സേഫ് എമൗണ്ട് ഓഫ് കറണ്ട് പോയി കഴിഞ്ഞു. IG എത്രയാണ്? 2 മില്ലി ആംപിയർ. സോ 2 × 10⁻³ ആംപിയർ. ദെൻ നമുക്ക് ആ നമ്മുടെ ഗാൽവനോമീറ്ററിനെ ഏത് റേഞ്ചിലുള്ള അമ്മീറ്ററായിട്ടാണ് മാറ്റേണ്ടത്? 5 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന അമ്മീറ്ററായിട്ടാണ് മാറ്റേണ്ടത്. അതെങ്ങനെയാണ് മാറ്റുക? എ ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എൻ അമ്മീറ്റർ ബൈ കണക്റ്റിംഗ് എ ലോ റെസിസ്റ്റൻസ് പാരലൽ ടു ദ ഗാൽവനോമീറ്റർ. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. S is equal to IG into G divided by I minus IG. IG എത്രയാണ്? 2 × 10⁻³ into 15 divided by 5 minus 2 × 10⁻³. സോ 0.006 ohms. അതാണ് അതിൻ്റെ റിസൾട്ട്. ഓക്കെ, ഫോർമുല പഠിച്ചിരിക്കണം. ആ ഫോർമുലയിൽ ഓരോ ടേംസും എന്താണെന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ I think it was asked in 2021 or 22. I don't remember. Okay. In an experiment with Carey-Foster bridge, the shift in balance point is 5.4. When the thick copper strip and the 1 ohm resistance are interchanged, the 1 ohm is replaced by in an experiment in an experiment with Carey-Foster bridge, the shift in the balance point is 5.4 cm when the thick copper and the 1 ohm
resistance are interchanged. Okay, ഒന്നാമത്തെ കണ്ടീഷനാണ്. സെക്കൻഡ്, the 1 ohm is replaced by unknown resistance. The balancing point shifts by 10 cm on interchanging. Determine the unknown resistance. ക്യാരി ഫോസ്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക നമുക്കറിയാം. സോ ക്യാരി ഫോസ്റ്ററിൽ നമ്മൾ ഉപയോഗിച്ചത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അൺനോൺ റെസിസ്റ്റൻസ് ഫോർമുല ക്യാപിറ്റൽ R is equal to S plus rho into L2 minus L dash ആണ്. And rho is equal to 10. റോ നമുക്ക് ആദ്യം അറിയണം. റോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. റോ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? ഗ്യാപ്പ് വണ്ണിൽ നമുക്ക് അറിയുന്നൊരു റെസിസ്റ്റൻസും ഗ്യാപ്പ് 4ൽ ഒരു കോപ്പർ സ്ട്രിപ്പുമാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു 0, ദെൻ ആർ ഇസ് ഈക്വൽ ടു 1 ohm. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ലെങ്ത്ത് മീൻസ് ബാലൻസിങ് ലെങ്ത്തുകളുടെ ഷിഫ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5.4 ആണ്. സോ ആർ ഈസ് ഈക്വൽ ടു ഫോർമുല ഇതാണ്, എസ് പ്ലസ് റോ ഇൻറ്റു L2 ഡാഷ് മൈനസ് L1 ഡാഷ്. സോ അതായത് എസ് എത്രയാണ്? 0 പ്ലസ് റോ ഇൻറ്റു 5.4 ഈക്വൽ ടു 1 ohm. റോ എത്രയാണെന്ന് കിട്ടി? 1.54. പിന്നെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1 ohmനെ മാറ്റി നമ്മളൊരു അൺനോൺ റെസിസ്റ്റൻസിനെ വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ അൺനോൺ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോഴും എസിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 0 തന്നെയാണ്, കോപ്പർ സ്ട്രിപ്പ് തന്നെയാണ്. പുതിയ ബാലൻസിങ് ലെങ്ത്തിൻ്റെ ഷിഫ്റ്റ് എത്രയാണ്? L2 മൈനസ് L1 10 ആണ്. നമ്മൾ ഫോർമുലയിലേക്ക് പോകുന്നു. R ഇസ് ഈക്വൽ ടു എസ് പ്ലസ് റോ ഇൻറ്റു L2 മൈനസ് L1. ആറാണ് നമുക്ക് അറിയേണ്ടത്. എസ് നമുക്ക് ഓൾറെഡി അറിയാം, റോ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, L2 മൈനസ് L1 തന്നിട്ടുണ്ട്. സോ R ഇസ് ഈക്വൽ ടു 0 പ്ലസ് 1/5.4 ഇൻറ്റു 10. സോ 1.851 ohm ആണ് എന്ത്? അൺനോൺ റെസിസ്റ്റൻസ്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. ഒരു ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്രയാണ് 5 മാർക്സ് അല്ലെങ്കിൽ പ്രോബ്ലം സെക്ഷനിൽ നിന്ന് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ചോദിച്ചിട്ടുള്ളത്. നൗ ഐ ഗോ ടു ദ ലാസ്റ്റ് സെക്ഷൻ. എസ് എ അല്ലെങ്കിൽ 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി ഈ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് എസ് എ അല്ലെങ്കിൽ 11 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. ഇതുവരെ ചോദിച്ചിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. യൂസിങ് എ suitable figure, discuss the working principle of a Carry-Foster bridge. How will you determine the temperature coefficient of resistance using a Carry-Foster bridge? ഓക്കെ, അപ്പോൾ നമുക്ക് Carry-Foster ബ്രിഡ്ജിലേക്ക് പോവാം. അതായത് ബേസിക്കലി Carry-Foster ബ്രിഡ്ജിനെ പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ Carry-Foster ബ്രിഡ്ജ് എന്താണ്? ഇറ്റ്സ് എ ഫോം ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? അൺനോൺ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാണ്. സോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ കണ്ടീഷൻ ഇതാണ്. നൾട്ടിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ P/Q ഈസ് ഈക്വൽ ടു R/S. നൾട്ടിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഗാൽവനോമീറ്ററിൽ കൂടി കറണ്ട് കടന്നു പോകാത്ത അവസ്ഥ. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു ഡിവൈസ് ആക്കി മാറ്റുകയാണ് വീറ്റ്സ്റ്റോൺ കണ്ടീഷനെ. സോ ഇതാണ് Carry-Foster ബ്രിഡ്ജ്. Carry-Foster ബ്രിഡ്ജിൽ നല്ലൊരു ഇതെൻ്റെ ഡയഗ്രാമാണ്. സോ ഞാൻ ഹാവ് ടേക്കൺ എ ഡയഗ്രാം ഫ്രം 1 മിനിറ്റ്. ഓക്കെ, ടെക്സ്റ്റിൽ ഞാനൊരു ഡയഗ്രാം എടുത്തിട്ടുണ്ട്. ഇതാണ് Carry-Foster ബ്രിഡ്ജ്. ആസ് യു ക്യാൻ സി, ദർ ഈസ് ഗ്യാപ്പ് 1, ദർ ഈസ് ഗ്യാപ്പ് 2, ഗ്യാപ്പ് 3 ആൻഡ് ഗ്യാപ്പ് 4. എ ബി എന്ന് കണക്ട് ചെയ്തിട്ടുള്ളൊരു വയറാണ്. അതിൻ്റെ നീളം 1 മീറ്റർ ആണ്. ജെ ജോക്കിയാണ്, ജി ഗാൽവനോമീറ്റർ, ഇ ഇസ് എ സെൽ, കെ ഇസ് എ കീ, ആൻഡ് പി ആൻഡ് ക്യൂ ആർ റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഈച്ച് അതർ. പി ഈസ് ഈക്വൽ ടു ക്യൂ ആണ്. എസ് നമുക്ക് അറിയുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്, നോൺ റെസിസ്റ്റൻസ് ആണ്. ആർ ആണെന്ത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ്. ഓക്കെ, സോ നമുക്കിതിൻ്റെ തിയറിയിലേക്ക് മെല്ലെ കിടക്കാം. ഓരോന്ന് ഏതാണെന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ തന്നെ പഠിക്കുക. പി ആൻഡ് ക്യൂ ആർ ഈക്വൽ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ ഗ്യാപ്പ് 2 ആൻഡ് ഗ്യാപ്പ് 3. Unknown resistance R is connected in gap 1. A standard resistance S is connected in gap 4. Standard resistance എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന ഒരു റെസിസ്റ്റൻസ് ആണത്. A cell of EMF E is connected between M and N. A galvanometer G is connected to point C and a jockey is connected to the galvanometer. ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ തിയറിയിലേക്ക് കടക്കുകയാണ്. Unknown resistance R is measured using Wheatstone bridge principle. The jockey is moved from A to B and the balancing length L1 is measured from end A. Okay, now നമ്മൾ മെല്ലെ ജോക്കി എ ടു ബി എന്ന് മൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ബാലൻസിങ് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ബാലൻസിങ് ലെങ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ്
കാൽവനോമീറ്ററിൽ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. സോ അങ്ങനെ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് എന്തായി മാറും? ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കണ്ടീഷനായിട്ട് മാറും. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് അവിടെയുള്ള മെറ്റൽ സ്ട്രിപ്പുകൾക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി ദ എൻ റെസിസ്റ്റൻസ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, ഇഫ് റോ ഇസ് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്, നമ്മളൊരു കണ്ടീഷൻ കൂടി എടുക്കുകയാണ്. അതായത് അവിടെയുള്ള വയറിൻ്റെ പെർ യൂണിറ്റ് ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? റോ ആണെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എങ്ങനെയായിരിക്കും? പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ എസ് ആയിരുന്നു നമ്മുടെ വീറ്റ്സ്റ്റോൺ കണ്ടീഷൻ. നമ്മൾ ഈ കേസിൽ എടുക്കുമ്പോൾ പി ബൈ ക്യൂ ഓക്കെ, ദെൻ ബട്ട് നമുക്ക് ആർ അങ്ങനെ മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. എന്തൊക്കെയുണ്ട്? ആർ പ്ലസ് എ എന്ന് പറഞ്ഞ ടെർമിനലിൻ്റെ എൻ റെസിസ്റ്റൻസ് ഉണ്ട്. എത്രയാണ്? പ്ലസ് ആൽഫ. ദെൻ ദർ ഈസ് എ വയർ. ഓക്കെ, ആ വയറിൻ്റെ യൂണിറ്റ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത്തുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? റോ. ബാലൻസിങ് ലെങ്ത് L1 ആണെങ്കിൽ അവിടെ വരെയുള്ള റെസിസ്റ്റൻസ് എത്രയായിരിക്കും? റോ ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ എസ് മാത്രമായിരിക്കില്ല, പ്ലസ് എന്തുണ്ടാവും? ബി എന്ന് പറഞ്ഞ ടെർമിനലിൻ്റെ എൻ റെസിസ്റ്റൻസ് ബീറ്റ പ്ലസ് റോ ഇൻറ്റു 1 മൈനസ് L1. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ദെൻ നമ്മൾ ഈ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അതായത് റെസിസ്റ്റൻസ് ആർ ഉള്ള ഭാഗത്ത് നമ്മൾ എസിനെ വെക്കുന്നു. ദെൻ എസ് ഇസ് ഇൻ്റർചേഞ്ച്ഡ് ബൈ ആർ. പുതിയ ബാലൻസിങ് ലെങ്ത്തിനെ നമ്മൾ L2 എന്ന് വിളിക്കുന്നു. സോ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? പി ബൈ ക്യൂ മാറ്റില്ല, എസ് പ്ലസ് ആൽഫ പ്ലസ് റോ L2 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ബീറ്റ പ്ലസ് റോ 1 മൈനസ് L2. ദെൻ ഫ്രം ഇക്വേഷൻ 1 and 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് ഹാൻഡ് സൈഡിനെ ഇക്വേറ്റ് ചെയ്യാം. ആർ പ്ലസ് ആൽഫ പ്ലസ് റോ L1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബീറ്റ പ്ലസ് റോ ഇൻറ്റു 1 മൈനസ് L1 ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ആൽഫ പ്ലസ് റോ L2 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ബീറ്റ പ്ലസ് റോ ഇൻറ്റു 1 മൈനസ് L2. ദെൻ നമ്മൾ രണ്ട് സൈഡിലും വി ആഡ് 1. ഓക്കെ, സോ 1 പ്ലസ് ആ ടേമും 1 പ്ലസ് എസ് പ്ലസ് ആൽഫ തുടങ്ങുന്ന ടേം. നൗ നമ്മളതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്തിട്ട് LCM കണ്ടിട്ട് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. സോ അതെന്തായി മാറും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടേം എന്തായി മാറും? എസ് പ്ലസ് ബീറ്റ പ്ലസ് റോ ഇൻറ്റു 1 മൈനസ് എൽ അല്ല കേട്ടോ, അവിടെ 1 മൈനസ് L1 പ്ലസ് ആർ പ്ലസ് ആൽഫ പ്ലസ് റോ L1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബീറ്റ പ്ലസ് റോ ഇൻറ്റു 1 മൈനസ് L1. ഓക്കെ, ദെൻ സിമിലർലി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും ചെയ്യും. ആർ പ്ലസ് ബീറ്റ പ്ലസ് റോ 1 മൈനസ് L2 പ്ലസ് എസ് പ്ലസ് ആൽഫ പ്ലസ് റോ L2 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ബീറ്റ പ്ലസ് റോ ഇൻറ്റു 1 മൈനസ് L2. ഓക്കെ, ദെൻ നമ്മളതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ദർ ഈസ് ആർ പ്ലസ് എസ് പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ. ദെൻ നമ്മൾ ആ റോയിൻ്റെ ടേമിനൊന്ന് എക്സ്പാൻഡ് ചെയ്തു. സോ റോ മൈനസ് റോ L1 ആണ് നമുക്ക് കിട്ടുക. ദെൻ ദർ ഈസ് എ റോ L1 അവിടെ ഉണ്ട്, ഓൾറെഡി ഒരു റോ L1 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ ബാക്കിയുണ്ടാവൂ? റോ മാത്രമേ ബാക്കിയുണ്ടാവൂ ന്യൂമറേറ്റർ. സോ ന്യൂമറേറ്റർ എന്ത് കിട്ടി? ആർ പ്ലസ് എസ് പ്ലസ് ആൽഫ പ്ലസ് റോ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ബീറ്റ പ്ലസ് 1 മൈനസ് L1 റോ. ഓക്കെ, സിമിലർലി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സിൻസ് ന്യൂമറേറ്റർ ഇസ് ഈക്വൽ, ദെൻ അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എസ് പ്ലസ് ബീറ്റ പ്ലസ് 1 മൈനസ് L1 ഇൻറ്റു റോ ഈക്വൽ ടു ആർ പ്ലസ് ബീറ്റ പ്ലസ് 1 മൈനസ് L2 ഇൻറ്റു റോ. ഓക്കെ, you can see that beta is on both sides, cancel out. Then you have rho on both sides, it also cancel out. What we are left with is s minus L1 rho is equal to r minus L2 rho. R is equal to r ആണ് നമുക്ക് വേണ്ടത്. സോ ആറിന് മാത്രം നമ്മളൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ചിട്ട് ബാക്കിയുള്ള ടേംസിനെയും മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ ആർ ഈസ് ഈക്വൽ ടു എസ് പ്ലസ് റോ ഇൻറ്റു L2 മൈനസ് L1. ഓക്കെ, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല. എസ് നമുക്കറിയാം, L2 and L1 നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തറിയില്ല? റോ അറിയില്ല. സോ ഹൗ ഡു വി മെഷർ റോ? സോ റോനെ മെഷർ ചെയ്യാൻ ഞാൻ പ്രോബ്ലത്തിൽ നേരത്തെ ഡിസ്കസ് ചെയ്തു, എന്നാൽ ഒരു തവണ കൂടി പറയുകയാണ്. ടു ഫൈൻഡ് റോ എ സ്റ്റാൻഡേർഡ് ഫ്രാക്ഷണൽ റെസിസ്റ്റൻസ് ആർ ഈസ് കണക്റ്റഡ് ഇൻ ഗ്യാപ്പ് 1. നമുക്കറിയുന്ന ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഗ്യാപ്പ് 1 കണക്ട് ചെയ്തു. ഗ്യാപ്പ് 4 ഒരു തിക്ക് കോപ്പർ സ്ട്രിപ്പ് കണക്ട് ചെയ്തു. സോ
ക്യാപിറ്റൽ ആർ നൗ ബിക്കംസ് സ്മോൾ ആർ. ദെൻ അതായത് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് ഇപ്പോൾ ഒരു നോൺ റെസിസ്റ്റൻസ് ആയി. എസ് എന്താവും? എസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് 0 ആവും. ഓക്കെ, കോപ്പർ സ്ട്രിപ്പ് കൃത്യമായി കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ റെസിസ്റ്റൻസ് 0 എന്നുള്ളൊരു കൺസെപ്റ്റാണത്. പുതിയ ബാലൻസിംഗ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കും L1 പ്രൈം അല്ലെങ്കിൽ L1 ഡാഷ്. ഇനി എന്ത് ചെയ്യും? ഈ ഒരു കണ്ടീഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യും. ഗ്യാപ്പ് 1-ൽ മെറ്റാലിക് സ്ട്രിപ്പും കോപ്പർ സ്ട്രിപ്പും, ഗ്യാപ്പ് 4-ൽ സ്മോൾ ആർ നോൺ റെസിസ്റ്റൻസ് വെക്കും. ദെൻ ന്യൂ ബാലൻസിംഗ് ലെങ്ത് ഇസ് ഡിറ്റർമൈൻഡ് വിച്ച് ഈസ് L2 പ്രൈം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നേരത്തെ തന്ന ഇക്വേഷൻ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എസ് പ്ലസ് റോ ഇൻറ്റു L2 മൈനസ് L1 ഡാഷ് ആണ്. L2 മൈനസ് L1 ആണ്. സോ ഈ കേസിൽ ക്യാപിറ്റൽ ആർ ബിക്കം സ്മോൾ ആർ, എസ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് റോയ്ക്ക് മാറ്റമില്ല. ബാലൻസിംഗ് ലെങ്ത്തിൻ്റെ ഷിഫ്റ്റ് എത്രയാണ്? L2 പ്രൈം മൈനസ് L1 പ്രൈം. ദെൻ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് റോയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ റോ ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ L2 ഡാഷ് മൈനസ് L1 ഡാഷ്. സോ എസ് നമുക്കറിയാം, റോ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിച്ച് L1 ആൻഡ് L2 കൂടി ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് കാരി ഫോസ്റ്ററിൻ്റെ തിയറി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തായാലും പഠിക്കണം. ഓക്കെ, നൗ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു എസ്സേയിൽ, ഡിറ്റർമിനേഷൻ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് കാരി ഫോസ്റ്റർ ബ്രിഡ്ജ്. ദെൻ അതായത് ഒരു റെസിസ്റ്റൻസിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് എങ്ങനെയാണ് കാരി ഫോസ്റ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അൺനോൺ റെസിസ്റ്റൻസ് ആർ ഇൻ ദ ഫോം ഓഫ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഗ്യാസ് ട്യൂബ് കെപ്റ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ 30 ഡിഗ്രി. അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ട റെസിസ്റ്റൻസിന് ഒരു കോയിൽ രൂപത്തിലാണ്, അതൊരു ഗ്ലാസ് ട്യൂബിൽ വെച്ചിട്ട് നമ്മളൊരു റൂം ടെമ്പറേച്ചറിൽ വെച്ചു. അപ്പോൾ ഉള്ള അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു? ആ റെസിസ്റ്റൻസിന് നമ്മൾ ചൂടാക്കാൻ തുടങ്ങും. വാട്ടർ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ആ കോയിലിൻ്റെ റെസിസ്റ്റൻസ് 50 ഡിഗ്രി സെൽഷ്യസിലുള്ള 70 ഡിഗ്രി സെൽഷ്യസിലുള്ള 90 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒക്കെ ഡിറ്റർമൈൻ ചെയ്യും. നൗ എന്നിട്ട് നമ്മൾ ഒരു പുതിയൊരു പ്ലോട്ട് വരയ്ക്കും. ആ പ്ലോട്ട് എങ്ങനെയാണ്? എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറിലും വൈ ആക്സിസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസും വെച്ചിട്ടുള്ള പ്ലോട്ട് വരയ്ക്കും. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെയാണോ ഓക്കെ ഒരു വൈ ഇൻ്റർസെപ്റ്റ് നമുക്ക് വരയ്ക്കും. അതായത് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ അത് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്, ദാറ്റ് ഈസ് വൈ ഇൻ്റർസെപ്റ്റ്. അതെന്ത് തരും? നമുക്ക് 0 ഡിഗ്രിയിലുള്ള റെസിസ്റ്റൻസ് തരും. ഓക്കെ, ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? 100 ഡിഗ്രി സെൽഷ്യസുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. 100. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് കോയിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ആൽഫ ഇസ് ഈക്വൽ ടു R100. അതായത് 100 ഡിഗ്രി സെൽഷ്യസുള്ള റെസിസ്റ്റൻസ് മൈനസ് 0 ഡിഗ്രി സെൽഷ്യസുള്ള റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റൻസ് ഇൻറ്റു 100. ഓക്കെ, ഇതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്. ദെൻ ദ ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ 2021 ചോദിച്ചതാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. ഹൗ വിൽ യു ഡിറ്റർമൈൻ ദ റെസിസ്റ്റൻസ് ഓഫ് വയർ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ? So potentiometer is a device used for measuring or comparing potential difference. നമുക്കൊരു 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പൊട്ടൻഷ്യോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണോ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ടു മെഷർ കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് സെൽസ് എക്സെട്ര. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ക്വാണ്ടിറ്റീസിനെയും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഒരു ഐഡിയ ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, so apparatus potentiometer consists of long wires of uniform area cross section stretched on wooden board, usually 10 meter. Circuit used to send steady current through the wire is called primary circuit. Primary circuit consists of a source of EMF E and rheostat RH connected in series with potentiometer wire. By adjusting the rheostat, a suitable current I is made to flow through the wire.
അതായത് അതിൻ്റെ ഒരു പ്രൈമറി സെറ്റപ്പിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് AB ആണ് പൊട്ടൻഷ്യോമീറ്റർ, ആൻഡ് അതുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സർക്യൂട്ടിനാണ് പ്രൈമറി സർക്യൂട്ട് എന്ന് വിളിക്കുക, ഇൻക്ലൂഡിങ് പൊട്ടൻഷ്യോമീറ്റർ. ദർ ഇസ് എ സെൽ ആൻഡ് ദർ ഇസ് എ റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു കറണ്ട്, എമൗണ്ട് ഓഫ് കറണ്ട് പൊട്ടൻഷ്യോമീറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. നൗ നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ തിയറിയിലേക്ക് പോകാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ലെങ്ത് AC എന്ന് പറഞ്ഞൊരു ലെങ്ത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് I is equal to I into R ആണ്. അതിനെ നമ്മൾ V എന്നും കൂടി വിളിക്കുകയാണ്, അതായത് വോൾട്ടേജ് V. ഓക്കെ, വേർ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. വേർ ക്യാപിറ്റൽ R is equal to rho L by A is the resistance of AC and A is the area of cross section of wire. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ലെങ്ത് AC ആണ് മെഷർ ചെയ്യേണ്ടത്, അതായത് I into R. സോ R നമുക്ക് ഓൾറെഡി അറിയാം, I into rho into L divided by A. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ലെങ്ത് AC എത്രയാണ് നമ്മൾ എഴുതിയത്? V ആണ്. സോ V is equal to I into rho into L divided by A. I ഒരു കോൺസ്റ്റൻ്റ് ആണ്, റോയും കോൺസ്റ്റൻ്റ് ആണ്, എയും കോൺസ്റ്റൻ്റ് ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L. അതായത് when a steady current flows through a long wire of uniform area of cross section, the potential difference across any section of the wire is directly proportional to the length of that section. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റഡി കറണ്ട് ഇതിലൂടെ ഒരു വയറിലൂടെ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സെക്ഷൻ്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സിംപ്ലി പുട്ട് V പ്രൊപ്പോർഷണൽ ടു L. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ? നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദിസ് എസ്സേ. If potential difference per unit length of potentiometer is very low, then potentiometer is highly sensitive. Okay, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ നമ്മളൊരു ആപ്ലിക്കേഷൻ കൂടി പഠിക്കുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ, മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ. സോ ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം to determine the unknown resistance X. Okay, ഇതാണ് എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒരു കുറച്ചും കൂടി വൃത്തിയുള്ള ഡയഗ്രാം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിലില്ല, സോറി. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ഒരു ഡയഗ്രത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോകാം. മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പൊട്ടൻഷ്യോമീറ്റർ. നമ്മൾ നേരത്തെ കണ്ട പ്രൈമറി സർക്യൂട്ട് AB, അതിനെ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട് E1. ദെൻ ദർ ഇസ് എ റിയോസ്റ്റാറ്റ് ആൻഡ് ദർ ഇസ് എ 6-way key ABCD. S എന്ന് പറയുന്നൊരു 6-way key ആണത്. ഓക്കെ, 6-way കീയിൽ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ജോക്കി ഉണ്ട്. ദെൻ താഴെ ഒരു സർക്യൂട്ട് ഉണ്ട്, അവിടെ നമുക്കറിയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട് R. ദെൻ ദർ ഈസ് X വിച്ച് ഈസ് ദ അൺനോൺ റെസിസ്റ്റൻസ്, ആൻഡ് ദർ ഈസ് എ ബിഗർ സെൽ E2, ആൻഡ് ദർ ഈസ് എ റിയോസ്റ്റാറ്റ്. ഓക്കെ, ആൻഡ് സ്റ്റാൻഡേർഡ് നോൺ റെസിസ്റ്റൻസ് R, അൺനോൺ റെസിസ്റ്റൻസ് X, റിയോസ്റ്റാറ്റ് RH2, സെൽ ഓഫ് E2. ഇതൊക്കെ കണക്റ്റഡ്, ഇതൊക്കെ ഒരു സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ സർക്യൂട്ടിനെയാണ് എന്ത് വിളിക്കുക? സെക്കൻഡറി സർക്യൂട്ട് എന്ന് വിളിക്കുക. ഈ സെക്കൻഡറി സർക്യൂട്ട് പൊട്ടൻഷ്യോമീറ്ററായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഒരു 6-way key ആയിട്ടാണ്. ഓക്കെ, 6-way key എന്ന് പറയുന്നത് ഇവിടെ S എന്ന് പറയുന്നതാണ് 6-way key. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിലെ കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് R ആൻഡ് അക്രോസ് അൺനോൺ റെസിസ്റ്റൻസ് X ക്യാൻ ബി സെപ്പറേറ്റ്ലി ബാലൻസ്ഡ് അലോങ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ. നമുക്കറിയാം, ഒരു ക്രോസ് സെക്ഷനിൽ കൂടിയുള്ള വോൾട്ടേജ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ക്രോസ് സെക്ഷനിൻ്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം R എന്ന് പറഞ്ഞ നോൺ റെസിസ്റ്റൻസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ R എന്ന് പറയുന്ന എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ് I be the current across secondary circuit. അപ്പോൾ എങ്ങനെയാണ്? ദെൻ keeping the gaps A and B opened and C and D closed, the potential difference IR across the standard resistance is applied across the potentiometer wire through galvanometer. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? സിയും ഡിയും ക്ലോസ് ചെയ്ത് എയും ബിയും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോൺ റെസിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗാൽവനോമീറ്റർ വഴി എവിടേക്ക് എത്തി? പൊട്ടൻഷ്യോമീറ്ററിലേക്ക് എത്തി. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ ജോക്കി മൂവ് ചെയ്യും. By moving jockey along the wire A from A to B, length L1 from A for which the galvanometer shows 0 deflection is measured. Okay, that is, അതായത്
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് L1 ഉള്ള പ്രൈമറി സർക്യൂട്ടുള്ള L1 ഈസ് ബാലൻസ്ഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട്. അതായത് ഇങ്ങനെ നമ്മൾ ആറിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗാൽവനോമീറ്റർ വഴി പൊട്ടൻഷ്യോമീറ്ററിൽ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ മെല്ലെ എയിൽ നിന്ന് ബിയിലേക്ക് ചോക്കിയെ മെല്ലെ മൂവ് ചെയ്യുന്നു. ഒരു പോയിന്റിലെത്തുമ്പോൾ ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ, നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അതായത് ആറിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യപ്പെട്ടു? പൊട്ടൻഷ്യോമീറ്ററിൽ ബാലൻസ് ചെയ്യപ്പെട്ടു. ആ ബാലൻസ് ചെയ്യാൻ എടുത്ത ലെങ്ത് എത്രയാണ്? L1. ഓക്കെ, അപ്പോൾ ആറിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? L1 പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ വോൾട്ടേജ് എത്രയാണ്? I ഇൻറ്റു R ആണ്. സോ IR പ്രൊപ്പോർഷണൽ ടു L1. ഇനി ഇതേ കോൺസെപ്റ്റിനെ നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നു? അൺനോൺ റെസിസ്റ്റൻസിൽ ഉപയോഗിക്കുന്നു. സോ അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ദെൻ നമ്മൾ ഇക്വേഷൻ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് വരികയാണ്. അൺനോൺ റെസിസ്റ്റൻസ് എക്സ് എവിടെയായിട്ട് കണക്ട് ചെയ്യപ്പെട്ടുള്ളത്? എ ബിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എ ആൻഡ് ബി ക്ലോസ് ചെയ്യുന്നു, കീ ഇടുന്നു, സി ആൻഡ് ഡി റിമൂവ് ചെയ്യുന്നു. ഇപ്പോഴെന്താ സംഭവിക്കുക? എക്സിലുള്ള, അതായത് അൺനോൺ റെസിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഗാൽവനോമീറ്റർ വഴി എവിടെ എത്തിക്കഴിഞ്ഞു? പൊട്ടൻഷ്യോമീറ്ററിൽ എത്തിക്കഴിഞ്ഞു. ദെൻ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഫ്രം എ ടു ബി മെല്ലെ മൂവ് ചെയ്യും. അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ ലെങ്ത് ദ കറണ്ട് in the galvanometer becomes 0 or galvanometer shows null deflection. അതാണ് എന്തിൻ്റെ ബാലൻസിങ് ലെങ്ത്? ദ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ ബാലൻസിങ് ലെങ്ത്. ഓക്കെ, അതായത് അൺനോൺ റെസിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് now has been balanced by the potential difference in the potentiometer. Okay, now we will apply the principle of potentiometer. അതായത് എക്സിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇപ്പോൾ എത്രയാണ്? ക്യാപിറ്റൽ I, അതായത് I ഇൻറ്റു അൺനോൺ റെസിസ്റ്റൻസ് IX, which is proportional to L2. You can see here I will be proportional to IX will be proportional to L2. Now we divide equation 1 by 2. I is a common term, current is a common term or constant value. We can cancel out. Then we are left with R divided by X is equal to L1 divided by L2. X is equal to R into L2 divided by L1. R നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. L1 നമ്മൾ കണ്ടുപിടിച്ചു, L2 നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും ഈ 3 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം സെക്ഷനും. സോ നിങ്ങൾ ഈ വീഡിയോ കാണുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, പരീക്ഷയ്ക്ക് മുമ്പ്. താങ്ക് യു.